സുരേന്ദ്രനുമായിട്ട് അങ്ങേക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അങ്ങ് സഹായിച്ചതുകൊണ്ടാണ് അവർ CPM പോകാതിരുന്നത് എന്നൊക്കെയാണ് ഇന്നിപ്പോൾ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചത്. എന്താണ് അതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. നന്ദകുമാർജി നമ്മളുമായിട്ട് വളരെ ബന്ധമുള്ള ആൾ തന്നെയാണ്. നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശോഭാ മേഡത്തിൻ്റെ കാര്യത്തിൽ എന്താണ് അങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഡൈനാമിക് ആയിട്ടുള്ളൊരു ആൾ പറയില്ല. ഇപ്പോൾ CPM-ൻ്റെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസ്സിലായാലും മറ്റു പാർട്ടികളിലായാലും ശോഭാ സുരേന്ദ്രനെ പോലെ ആർജവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ ഇത്തരം ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, പിണറായി വിജയനെതിരെ ഇവിടെ ജനത്തിൻ്റെ മനസ്സ് മുഴുവനും എതിരായപ്പോൾ പോലും BJP-യുടെ നേതൃത്വം, ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം വേണ്ടത്ര അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ നിന്ന സമയത്ത് പോലും ശോഭാ സുരേന്ദ്രൻ ഒരാൾ മാത്രമാണ് ഈ കാര്യം ഏറ്റെടുത്ത് ജനങ്ങളുടെ ഇടയ്ക്കിലോട്ട് കൊണ്ടുവരികയും വലിയ പോരാട്ടം തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വ മികവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഓരോ പാർട്ടികളിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ആ പാർട്ടിയുടെ ആളുകൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെ CPM-ഓ കോൺഗ്രസ്സോ ഇപ്പോൾ ആം ആദ്മി പാർട്ടി അത്തരം ആളുകളൊക്കെ ഇവരെ ബന്ധപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊന്നും HRDS ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ BJP-യുടെ കേന്ദ്ര നേതൃത്വമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുന്നയാളും നേരിട്ട് മോദിജിയായിട്ടൊക്കെ നേരിട്ട് ബന്ധത്തിൽ പോകുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളൊന്നും ഒരിക്കലും ഈ ഇവിടെ ലോകത്താകമാനം തകർന്ന് തരിപ്പണമായി പോയ ഒരു CPM പോലൊരു സംവിധാനത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഞാനത് കരുതുന്നില്ല. എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ ഇടവന്നതെന്നും മനസ്സിലായില്ല. ഇന്നിങ്ങനെ ഞാനതിൻ്റെ ഇത് രാവിലെ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരിക്കലും HRDS അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, ഞാനും ഇടപെട്ടിട്ടില്ല. അവരായിട്ട് സൗഹൃദമുണ്ട്, അതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ ബന്ധമോ അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഞാൻ വളരെ കാലങ്ങളായിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനുമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് പാർട്ടികളിലെ ആളുകളോട്ട് എനിക്ക് ബന്ധമുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വന്നിട്ടില്ല. ശോഭാ സുരേന്ദ്രനായിട്ട് സാമ്പത്തിക ഇടപാടൊന്നും നടത്തേണ്ട കാര്യം വന്നിട്ടില്ല, ഞങ്ങൾക്ക് വന്നിട്ടില്ല. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പം വലിയ സ്വാധീനം അവരുടെ മേലിലുണ്ടെന്ന് തോന്നുന്നു. അപ്പം താങ്കൾ തന്നെയാണോ പറഞ്ഞത് LDF-ലേക്ക് പോകേണ്ട, CPM ഒരു തകർന്ന പാർട്ടിയാണെന്നുള്ളത് ഉപദേശം കൊടുത്തത് താങ്കൾ തന്നെയാണോ? CPM തകർന്ന പാർട്ടിയാണെന്നുള്ള കാര്യം ഇവിടെ അറിയാവുന്നവരല്ല എല്ലാവരും. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ പ്രസാദ്ജി? നിങ്ങളെന്താ അങ്ങനെ പറയുന്നത്? ഇത് ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ജീവി എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ് CPM. ഒരു കാരണവശാലും ഇവിടെ ജനങ്ങൾക്ക് ഇത് ആവശ്യമില്ല. ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെ തന്നെ ഈ കേരളവും ഇവരെ തകർത്ത് കളയും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് തന്നെ വലിയ കുഴപ്പങ്ങളിലേക്ക് കേരളത്തെ ഇവർ കൊണ്ടുപോകും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്.